ഡിയർ സ്റ്റുഡൻസ്, ഇന്നലെ നമ്മൾ പഠിച്ച സ്പെഷ്യലൈസ്ഡ് ഓഡിറ്റിന്റെ കണ്ടിന്യൂവേഷൻ. ഞാൻ പറഞ്ഞിരുന്നു 19 സ്പെഷ്യൽ ടൈപ്സ് ഓഫ് ഓഡിറ്റിംഗ് ഉണ്ട്. നമ്മൾ 10 എണ്ണമാണ് ഇന്നലെ പഠിച്ചത്. 11ാമത്തെ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് ഓപ്പറേഷണൽ ഓഡിറ്റ് ആണ്. ഓപ്പറേഷണൽ ഓഡിറ്റ് ഈസ് കണ്ടക്ടഡ് വിത്ത് the main purpose of improving the operational efficiency of an organization. It is an attempt to examine the efficiency with which the organizational goals are achieved. ഒരു സ്ഥാപനത്തിലെ ഒരു ഓർഗനൈസേഷനിലെ ഓപ്പറേഷൻസ് എന്ന് വെച്ചാൽ എന്താ, പ്രവർത്തനങ്ങള് അത് ഉദ്ദേശിച്ച രീതിയിൽ തന്നെയല്ലേ പോകുന്നത്, എഫിഷ്യന്റ് ആയിട്ട് തന്നെയല്ലേ നടക്കുന്നത് എന്ന് വെരിഫൈ ചെയ്യുന്നതിനുള്ള ഓഡിറ്റിനെയാണ് ഓപ്പറേഷണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പെർഫോമൻസ് ഓഡിറ്റ്. It is concerned with checking the efficiency with which the activities of an organization are carried out. അപ്പോൾ ഓപ്പറേഷണൽ പോലെ തന്നെയാണ് പെർഫോമൻസ്. മറ്റേത് ഫങ്ഷൻസ് ഭംഗിയായി നടക്കുന്നില്ലേ എന്നുള്ളത്, ഇത് എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത്. ഇവർക്കൊരു പ്ലാൻസ്, ഫിക്സഡ് പ്ലാൻസ് ആൻഡ് പോളിസീസ് ഉണ്ട്. ആ പ്ലാൻസ് ആൻഡ് പോളിസീസ് വെച്ച് തന്നെയല്ലേ ചെയ്യുന്നത് എന്നതാണ് പെർഫോമൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് operational audit. Performance audit examines whether the resources of an organization are put to optimum use. It aims at ensure the effective control over all activities of the concern. അപ്പോൾ ഒരു സ്ഥാപനത്തിലെ ഓർഗനൈസേഷൻസിലെ റിസോഴ്സസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് ഒപ്റ്റിമം യൂസ് ഇല്ലേ, പ്രോപ്പർ ആയിട്ട് പോകുന്നില്ലേ, ഉദ്ദേശിച്ച സ്റ്റാൻഡേർഡിൽ പോകുന്നില്ലേ എന്ന് നടത്തുന്ന ഓപ്പറേഷണൽ ഓഡിറ്റിന്റെ ഒരു ഭാഗം തന്നെയാണ് ഈ പെർഫോമൻസ് ഓഡിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പ്രൊപ്രൈറ്ററി ഓഡിറ്റ്. It is a higher level audit. It examines the validity of appropriations. It is examine whether a payment is justified or not. ഒരു സ്ഥാപനത്തിലെ ഒരു പേയ്മെന്റ് നടത്തി കഴിയുമ്പോൾ ആ പേയ്മെന്റ് ഓതറൈസ്ഡ് അല്ലേ, ജസ്റ്റിഫൈഡ് അല്ലേ. ഓർഡിനറി ഓഡിറ്റ് വെരിഫൈസ് ദ ഡോക്യുമെന്ററി എവിഡൻസ് ആൻഡ് സപ്പോർട്ടിംഗ് എ പേയ്മെന്റ്. But proprietary audit is examine whether the payment was need or not. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്നത്, നമ്മളൊരു പേയ്മെന്റ് നടത്തുകയാണെങ്കിൽ അത് ആവശ്യത്തിനുള്ള പേയ്മെന്റ് അല്ലേ, അതായത് ഈച്ച് ആൻഡ് എവരി പ്രോസ് ആൻഡ് കോൺസ് നമ്മൾ വെരിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നെക്സ്റ്റ് പറയുന്നു പോസ്റ്റ് ആൻഡ് വൗച്ച് ഓഡിറ്റ്. പോസ്റ്റ് ആൻഡ് വൗച്ച് ഓഡിറ്റ്, ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഡീറ്റെയിൽഡ് ഓഡിറ്റ്. It involves verification of all individual transactions. Journalize and posting all transactions are examined in details. അപ്പോൾ ജേർണലൈസ് ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് കറക്റ്റ് തന്നെയല്ലേ എന്നുള്ളത്, അതായത് എല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ട്രാൻസാക്ഷൻസും ഇൻഡിവിജ്വലി എടുത്ത് പരിശോധിക്കുന്നു. അതിന് വേണ്ടിയിട്ടുള്ള വൗച്ചറും കൂടെ വെച്ചുകൊണ്ട് ചെയ്യുന്നതിനെയാണ് പോസ്റ്റ് ആൻഡ് വൗച്ചിങ്. അപ്പൊ വേർഡ് തന്നെ നമുക്ക് മനസ്സിലാവും പോസ്റ്റ് ആൻഡ് വൗച്ച് എന്നുള്ളത്. നെക്സ്റ്റ്, സ്റ്റാൻഡേർഡ് ഓഡിറ്റ് ആണ്. സ്റ്റാൻഡേർഡ് ഓഡിറ്റ് ഈസ് certain items in the accounts are thoroughly checked. സ്റ്റാൻഡേർഡ് ഓഡിറ്റിൽ എന്താ പ്രത്യേകത വെച്ചാല് ഹൈലി കെയർ കൊടുക്കേണ്ട ചില ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. ഈ ട്രാൻസാക്ഷൻസിനെ നമ്മൾ ഹൈ കെയർ കൊടുത്തുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുന്നതിനെയാണ് സ്റ്റാൻഡേർഡ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ കൺസേൺ ഐറ്റംസ് ഇൻ ദ അക്കൗണ്ട്സ് ആർ thoroughly checked while ടെസ്റ്റ് ചെക്സ് ആർ അപ്ലൈഡ് ടു ദ റിമൈനിങ് ഐറ്റംസ്. ചില കാര്യങ്ങൾ വെറുതെ ഒരു ടെസ്റ്റ് ചെക്കിംഗ് നടത്തിയാൽ മതി. എന്താ ടെസ്റ്റ് ചെക്കിങ്? നമ്മളിപ്പോ ജസ്റ്റ് ഒരു സാമ്പിൾ എടുക്കുന്നത് പോലെ, അത് ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞു അല്ലെ. ഇപ്പൊ ഇത്രയും കുട്ടികൾക്ക് ഞാൻ ക്ലാസ് എടുത്തു, അതിലൊരു കുട്ടിയോട് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഒരു എസംഷൻ ആണ് ടെസ്റ്റ് ചെക്കിങ്. പക്ഷെ ആ കുട്ടിക്ക് ആൻസർ കിട്ടിയെന്ന് വിചാരിച്ചിട്ട് മറ്റു കുട്ടികൾക്ക് ആൻസർ കിട്ടണം എന്നില്ല. ഇനി ആ കുട്ടിക്ക് കിട്ടിയില്ല വിചാരിച്ചിട്ട് മറ്റുള്ളവർക്ക് കിട്ടിക്കൂടാന്നുമില്ല. പക്ഷെ എന്നാലും ആ ടെസ്റ്റ് ചെക്കിങ്ങിന്റെ പർപ്പസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ചില കാര്യങ്ങൾ ഹൈലി കെയർ കൊടുത്തിട്ടും മറ്റേത് ഒരു ടെസ്റ്റ് ചെക്കിങ്ങും ആവശ്യമായിട്ടുള്ള രീതിക്കാണ് സ്റ്റാൻഡേർഡ് ഓഡിറ്റ് പറയുന്നത്. നെക്സ്റ്റ്, ഒക്കേഷണൽ ഓഡിറ്റ് ആണ്. ഒക്കേഷണൽ ഓഡിറ്റ് പറയുമ്പോൾ പെർട്ടിക്കുലർ ഒക്കേഷനെ റിലേറ്റ് ചെയ്തിട്ട് മാത്രം ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു പ്രത്യേക പർപ്പസ് ഉണ്ടായി,
അതായത് ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഓഡിറ്റ് കണ്ടക്ടഡ് വൺസ് ഇൻ എ വൈൽ അക്കോർഡിംഗ് ടു എ ഡിസൈർഡ് ഓഫ് ദ ഓണർ ഓഫ് ദ ബിസിനസ്. സ്ഥാപനത്തിന്റെ ഓണർക്ക് തോന്നുകയാണ് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി അത് ഓഡിറ്റിംഗ് നടത്തണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം, അത് വേണമെന്നില്ല, നിർബന്ധമില്ല, താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇനി പാർഷ്യൽ ഓഡിറ്റ്. പാർഷ്യൽ ഓഡിറ്റ് ശരിക്കും പറഞ്ഞാൽ ഓഡിറ്റ് അല്ല, എങ്കിലും ഫൈനൽ ഓഡിറ്റിന് വേണ്ടിയിട്ട് ബർഡൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ചില ഭാഗങ്ങളായി ഓഡിറ്റിംഗ് നടത്തുന്നതിനെയാണ് പാർഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ഓഡിറ്റിംഗ് ഓൾ ബുക്സ് ഓഫ് അക്കൗണ്ട്, the auditor check only a particular type of transaction. For example, the audit may confine to transactions relating to cash payment only. Okay, partial audit is not allowed in the concern where audit is compulsory by law. അപ്പൊ നിയമപ്രകാരം നിർബന്ധമായി പറഞ്ഞിട്ടുള്ള കമ്പനികൾക്ക് ഈ പാർഷ്യൽ ഓഡിറ്റ് ഒന്നും നിർബന്ധമല്ല. പാർഷ്യൽ ഓഡിറ്റ് എന്തിനാ ചെയ്യുന്നത്? ചില പ്രത്യേക സാഹചര്യത്തില് നമ്മൾ കുറച്ച് ഭാഗങ്ങൾ മാത്രം എടുത്തു നോക്കുന്നതിനെയാണ്. നെക്സ്റ്റ് സ്പെഷ്യൽ ഓഡിറ്റ്, അതിന്റെ താഴെ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഇന്ററിം ഓഡിറ്റ്. സ്പെഷ്യൽ ഓഡിറ്റ് പറയുമ്പോൾ സ്പെഷ്യൽ പർപ്പസ് പ്രകാരം ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ കമ്പനീസ് ആക്ടിന്റെ സ്പെഷ്യൽ പർപ്പസ് പ്രകാരം ഓഡിറ്റിംഗ് നടത്തുന്ന ചില സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസിൽ ഓഡിറ്റിംഗ് നടത്തുന്നതിനെ അത് സ്പെഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്നു. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ ഓഡിറ്റിന്റെ ഒരു ഭാഗമാണ്. ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ഓഡിറ്റ് വിത്ത് സ്പെഷ്യൽ ഓർ പെർട്ടിക്കുലർ പർപ്പസ്. ഇറ്റ് ഈസ് എൻ എൻക്വയറി. ഇൻവെസ്റ്റിഗേഷൻ എന്താണ്? ഇറ്റ്സ് എൻ എൻക്വയറി ഇൻ ടു ദ അക്കൗണ്ട്സ് ഓഫ് എ ബിസിനസ് ടു നോ ഇറ്റ്സ് ആക്ച്വൽ ഫിനാൻഷ്യൽ പൊസിഷൻ ഓർ ഏർണിംഗ് കപ്പാസിറ്റി. നെക്സ്റ്റ് ഇന്ററിം ഓഡിറ്റ് ആണ്. ഇന്ററിം ഓഡിറ്റ് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞതാണ്. എന്താണ്? ഇടക്കാല ഓഡിറ്റ്. ഇടയ്ക്കിടയ്ക്ക്, അതായത് ചില പെർട്ടിക്കുലർ ഇന്റർവെല്ലില് 3 months 6 months ആവുമ്പോൾ ഇച്ചിരി പെർട്ടിക്കുലർ ഇന്റർവെല്ലിൽ നടത്തുന്ന ഇടക്കാല ഓഡിറ്റിനെയാണ് പറയുന്നത് ഇന്ററിം ഓഡിറ്റ്. അപ്പൊ നമ്മൾ 19 ഓഡിറ്റിംഗ് പഠിച്ചു. ഓക്കെ, താങ്ക് യു. സീ യു നെക്സ്റ്റ് ക്ലാസ്.